Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് എഡ്യൂക്കേഷൻ MEAEDU എന്ന കോഴ്സാണ്. അതായത് MA ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ MA ഇൻ എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാം ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ തുടങ്ങി അതിൻ്റെ വേരിയസ് ഡൈമെൻഷൻസ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വെൽ ട്രെയിനഡ് നോളജബിൾ ഒരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. അതുപോലെ തന്നെ ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് or without a degree in education from recognized university. അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അതിലിപ്പോൾ എഡ്യൂക്കേഷൻ എന്ന സ്ട്രീമിൽ ഡിഗ്രി എടുത്തവർക്കോ അല്ലാത്തവർക്കോ ഇത് ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. പഠിക്കേണ്ട മീഡിയം ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ 68 ക്രെഡിറ്റിൻ്റെ ഒരു കോഴ്സാണിത്. ഫസ്റ്റ് ഇയറിൽ 34ഉം സെക്കൻഡ് ഇയറിൽ 34ഉം, അങ്ങനെ 68 ക്രെഡിറ്റിൻ്റെ ഒരു കോഴ്സാണിത്. അപ്പോൾ എന്താണ്, ഇതിൽ 4 ഗ്രൂപ്പുകൾ ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് എയിൽ ബേസിക് കോഴ്സ് ഓൺ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും, രണ്ടാമത് കോർ കോഴ്സുകളും, മൂന്നാം സി എന്ന് പറയുന്നത് കോഴ്സസ് ഓഫ് നോളജ് ജനറേഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്ന സെക്ഷനിൽ നിന്നും, ഗ്രൂപ്പ് ഡിയിൽ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന സെക്ഷനിൽ നിന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ എന്താണ്, ഗ്രൂപ്പ് എ ബേസിക് കോഴ്സ് ഇൻ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു കോഴ്സാണിത്. MES 11 അല്ലെങ്കിൽ 11 അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. 4 ക്രെഡിറ്റ്സ് ആണ് അതിലുണ്ടാകുന്നത്. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലെന്താണ് പഠിക്കുന്നത് എന്നുള്ളത് ചുരുക്കിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ 4 കോഴ്സുകളാണുള്ളത്. അപ്പോൾ ഇതിൽ 4 കോഴ്സിൽ നിന്ന് നിങ്ങൾ 6 ക്രെഡിറ്റ് ആണ് ഓരോ കോഴ്സിനുള്ളത്. MES 12 മുതൽ MES 15 വരെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. പിന്നെ സി സെഷനിൽ, സി ഗ്രൂപ്പിൽ വരുന്നത് 2 സബ്ജക്റ്റുകളാണ്. ഇതിൽ ഒരു പ്രബന്ധ ഡിസർട്ടേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഈ ഒരു കോഴ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിയിൽ എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് ഡിയിൽ നിങ്ങൾ പ്രത്യേകം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ടെക്നോളജി ഉണ്ട്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഉണ്ട്, അഡൽട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് ഇയറിന്റെ കാര്യം പറയാം. Course to be offered in first year of the program, total 34 credits, all compulsory. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ 34 ക്രെഡിറ്റ്സിൻ്റെ ഈ എല്ലാ സബ്ജക്റ്റുകളും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. എല്ലാം കമ്പൽസറി ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനോ തിരഞ്ഞെടുക്കാനോ ഉള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത് ഇതിൽ. ഓക്കെ, ഇത്രയും കോഴ്സുകളാണ്, ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് courses to be offered in second year of the program, total 34 credits. Okay, out of the following specialized areas a learner has to choose one specialized areas. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇത്രയും ഈ ഒരു സെഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് ഇയറിലെ റീരജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഒരു ഡിസർട്ടേഷൻ വർക്ക് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഓരോ മേഖലയിൽ നിന്നും നിങ്ങൾക്ക് 24 ക്രെഡിറ്റ്സും, ഡിസർട്ടേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ 10 ക്രെഡിറ്റ്സും, ടോട്ടൽ എത്രയായി? 34 ക്രെഡിറ്റ്സ് ആയി. അപ്പോൾ ഇത്രയും ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചോട് കൂടിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ക്രെഡിറ്റ് എന്താണ് എന്നറിയാത്തവർ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതുപോലെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, അഡൽട്ട് എഡ്യൂക്കേഷൻ തുടങ്ങിയ ഇത്രയും ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കണം. അത് നിങ്ങൾക്ക് ഇലക്റ്റീവായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് തിരഞ്ഞെടുക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള
എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. രജിസ്ട്രേഷൻ മുതൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് വരെയുള്ള ഓൾ സപ്പോർട്ട് ആൻഡ് മെന്ററിങ്, യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ രജിസ്ട്രേഷൻ എന്തൊക്കെ അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ 24/7 നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.